ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും നിത്യതയിൽ ഉറപ്പിക്കാൻ നമ്മെ ക്ഷണിക്കുന്ന നോമ്പ് കാലത്തിലൂടെ വളരെ തീക്ഷ്ണതയോടെ കടന്നു പോവുകയാണല്ലോ നമ്മൾ. ക്രൈസ്തവ ജീവിതം തന്നെ നിത്യതയെ ലക്ഷ്യം വെച്ചുള്ളൊരു യാത്രയാണ്. സ്വർഗത്തിലേക്ക് കണ്ണും നട്ടുള്ള ഈ യാത്രയിൽ വഴിമധ്യേ കാണുന്ന സുഖസന്തോഷങ്ങളിൽ ഉടക്കി നിൽക്കാതെ മുൻപോട്ട് നീങ്ങുവാൻ നോമ്പുകാല ചിന്തകൾ നമ്മെ സഹായിക്കും. നോമ്പിൻ്റെ ചൈതന്യങ്ങളായ ഉപവാസവും ദാനധർമ്മവും പ്രാർത്ഥനയും തപസ്സുമൊക്കെ ഇതിന് നമുക്ക് സഹായം നൽകുന്നു. പൗലോസ്ലീഹ പറയുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന പട്ടണമില്ല. കാനാൻ ദേശത്തേക്ക് മരുഭൂമിയിലൂടെ നീങ്ങിയ ദൈവജനം സ്ഥിരമായ ഭവനങ്ങളൊന്നും തീർക്കാതെ കൂടാരങ്ങളിൽ പാർത്ത് നിരന്തരം കാനാൻ ദേശം സ്വപ്നം കണ്ട് യാത്ര ചെയ്തതുപോലെ സ്വർഗത്തിലേക്ക് കണ്ണുനട്ട് ഇവിടെ സ്ഥിരവാസം ഒരുക്കാതെ മുന്നേറേണ്ടവരാണ് ക്രൈസ്തവർ. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസമുണ്ടാവും. സമ്പത്തോ സ്ഥാനമാനങ്ങളോ സുഖസന്തോഷങ്ങളോ നമ്മെ അധികം ഭ്രമിപ്പിക്കില്ല. ലൗകിക സുഖങ്ങളിൽ മുഴുകി നിത്യസൗഭാഗ്യം നഷ്ടമാകാതിരിക്കാൻ ഓരോ നോമ്പുകാലവും നമ്മെ പ്രചോദിപ്പിക്കുന്നു. നിത്യമായ സൗഭാഗ്യം നേടിത്തരുവാൻ ഇതുവരെ രക്ഷകനായ ഈശോ മിശിഹ ഏറ്റെടുത്ത മഹാത്യാഗത്തിൻ്റെയും കഠിന സഹനത്തിൻ്റെയും അനുസ്മരണമാണല്ലോ നോമ്പുകാലത്ത് നാം ആവർത്തിക്കുന്നത്. ഈശോനാഥൻ്റെ ഈ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് തിന്മയുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മൾ ശക്തിയാർജിക്കുന്ന കാലമാണ് നോമ്പുകാലം. സ്വാർത്ഥമോഹങ്ങളെ ബലികഴിക്കാനും ലോകത്തിൻ്റെ വശ്യതകളിൽ നിന്ന് കണ്ണുതിരിക്കാനും ജഡമോഹങ്ങളെ അതിജീവിക്കാനും സ്വർഗസൗഭാഗ്യത്തിൽ എത്തിച്ചേരാനുള്ള സ്വപ്നം നമുക്ക് പ്രചോദനമേകും. അനുദിന ദിവ്യബലിയിൽ ദിവ്യമണവാളൻ അതിനുവേണ്ട ഊർജം നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരുവൻ്റെ കണ്ണ് എപ്പോഴും ഫിനിഷിംഗ് പോയിന്റിലായിരിക്കും. വഴിയോര കാഴ്ചകളിൽ കണ്ണ് നട്ടാൽ വിജയം അസാധ്യമാണ്. ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം ലഭിക്കുന്നില്ല എന്നും സമ്മാനം ലഭിക്കാൻ തക്കവിധം ഓടണമെന്നും പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പിന്നിലുള്ളവയെ മറന്ന് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കിയുള്ള ഓട്ടമാണിത്. പ്രലോഭനങ്ങൾ മാത്രമല്ല, സഹനങ്ങളും പരീക്ഷണങ്ങളും ഈ യാത്രയിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. മിശിഹായോടുള്ള തീവ്രമായ സ്നേഹമാണ് ഇതിൽ നിന്നും നമ്മെ രക്ഷിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, മിശിഹായുടെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ? ഒരു ശക്തിക്കും അവൻ്റെ സ്നേഹത്തിൽ നിന്നും അവിടുന്ന് നേടിത്തന്ന രക്ഷയിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. ഈ ചങ്കുറപ്പാണ് നമ്മുടെ ബലം. സ്വർഗം ലക്ഷ്യമാക്കി മുന്നേറുന്ന തീർത്ഥാടക സഭയുടെ ഹൃദയത്തിലാണല്ലോ സമർപ്പിതരുടെ സ്ഥാനം. ഹൃദയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇടതടവില്ലാതെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തിരുസഭയിലെ അവയവങ്ങളായ ദൈവജനത്തിന് സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാനുള്ള ആവേശവും ആഗ്രഹവും സമർപ്പിതരായ നമ്മൾ നിരന്തരം പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് ആദ്യം ഈ ആവേശം നാം സ്വന്തമാക്കണം. നിത്യജീവൻ നമ്മുടെ സ്വപ്നമാകണം. ഈ ലോകത്തിലെ സുഖവും ധനവും സ്ഥാനങ്ങളും ലക്ഷ്യമാക്കിയാൽ മറ്റെല്ലാ ജനതകളെക്കാളും ദൗർഭാഗ്യവാന്മാരാകും നമ്മളെന്ന് പൗലോസ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. രോഗത്തിലും ആപത്തിലും നഷ്ടത്തിലും മനം പതറാതെ മുന്നേറാൻ നിത്യസൗഭാഗ്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നമുക്കോടാം. മിശിഹായെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അഭിമാനിക്കാനും സ്ലീഹന്മാരെ പോലെ തുള്ളിച്ചാടാനും ദൈവസ്തുതി പാടാനും നമുക്ക് സാധിക്കണം. ഒരുവൻ്റെ കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യം സ്വന്തമാക്കണം. കഴുത്തിൽ കത്തിവെച്ചപ്പോഴും ഈശോനാമം ഉറക്കച്ചൊല്ലിയ 21 കോപ്റ്റിക് രക്തസാക്ഷികളുടെ മിശിഹാസ്നേഹം നമ്മെയും ഭരിക്കണം. ഇവയൊക്കെ സ്വന്തമാക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ബലിവേദിയിൽ നിന്നും ശക്തി നുകർന്ന് തിരുവചനം ആവോളം പാനം ചെയ്ത് അപരൻ്റെ പൊള്ളുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു ചെന്ന് നിത്യസ്നേഹമായ കരുണാസാഗരമായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് നമ്മുടെ സമർപ്പിത ജീവിതം നമുക്ക് അർത്ഥവത്താക്കാം. ഈശോയെ സ്നേഹിച്ചവരിലും
അനുഭവിച്ചവരിലും പകർന്നു കൊടുത്തവരിലും നിറഞ്ഞ ശാന്തിയും സ്നേഹവും അപ്പോൾ നമ്മിലും നിറയും. അത് നമ്മെ പ്രസന്നവദനരാക്കും. അപ്പോൾ നമ്മെ കാണുന്ന ദൈവജനവും പറയും, നമ്മുടെ ഭവനം സ്വർഗത്തിലാണ്. നിത്യസൗഭാഗ്യം ലക്ഷ്യം വെച്ച് നീങ്ങാൻ, സ്വർഗരാജ്യത്തിൻ്റെ സാക്ഷികളാവാൻ ഈ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഓഷ്യൻ സ്റ്റാർ മിനിസ്റ്ററിൽ നിന്നും ഏവർക്കും സ്നേഹാന്വേഷണങ്ങളും പ്രാർത്ഥനയും.